കഴിഞ്ഞ ദിവസം അഞ്ജുവിൻ്റെ കമ്മൽ ഊരിപ്പോയായിരുന്നു. അപ്പം അത് ഇന്ന് മമ്മി അത് വളരെ സാഹസികമായി കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്ത് ഷോക്കായിട്ടിരിക്കുന്നേ? സൂക്ഷിച്ചു വെക്കും മോന് വേണ്ടിട്ട്. നല്ല കടുപ്പത്തിലുള്ള ഒരു ചായയുമായിട്ട് ഇവിടെ ബഹളമാണ്. നല്ല കടുപ്പ് ഒരു ഇൻട്രോ എടുക്കട്ടെ. നല്ല കടുപ്പത്തിലുള്ള ഒരു ചായയും കുടിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. കുഞ്ഞോടെ വെൽക്കം ടു ടൈപ്പ് ആൻഡ് വ്ലോഗ്സ്. കൂടി ഇരിപ്പുണ്ട്, അമ്മച്ചി കൂടി ഇരിപ്പുണ്ട്, അഞ്ചു കൂടി ഇരിപ്പുണ്ട്. മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കഴിക്കാൻ പോകുന്നത് ദോശയാണ്. ഞാൻ പറഞ്ഞ മറ്റേ കിൻവ ദോശ തന്നെയാണ്. അപ്പം കിൻവ ദോശയും ഇന്നലത്തെ കുറച്ച് മീൻകറിയും എല്ലാം കൂടെ രാവിലെ കഴിക്കാന്ന് വിചാരിച്ചു. Me and my mom keeps correcting my dad because he keeps getting quinoa wrong. He just keeps getting messed with quinoa. Quinoa. അവിടെ എല്ലാം നമ്മുടെ ഭിത്തിയിലെല്ലാം കസേര ഇതായിട്ട് പാടായി. കിൻവ കഴിച്ച് കുഞ്ഞോണിക്ക് പഞ്ചാര വേണമെന്ന്. പഞ്ചാര കൂട്ടി കഴിക്കാൻ പറ്റത്തില്ല. കുഞ്ഞു പിള്ളേരെ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേണ്ടേ ഇന്നലെ എടുത്തോണ്ട് പോയ സാധനം, നെക്സ്റ്റ് നിന്ന് മേടിച്ചോണ്ട് വന്ന സാധനം രാവിലെ അത് പോയി തപ്പി എടുത്തോണ്ട് വന്നിട്ട് അതിട്ടുണ്ട്. തന്നെ പോയി മേളിൽ പോയി എടുത്തോണ്ട് ബാഗ് എടുത്തോണ്ട് വന്നിട്ട് ഇനി അതിന് ഉടുപ്പ് കൊടുത്തു കൊടുക്കാൻ. പൊട്ടിക്കണ്ട, അവിടെ വെച്ചോ. നമുക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കണോ? വേറെ മേടിക്കണോ? അത് മതി. നല്ല പാവടയാ. ഇത് ഓഫറിലല്ല, വേറെ ഓഫറാണ്. ഇല്ല അതിന് ഓഫർ ഇല്ല, അത് വേറെ. ഇതിന്റെ കൂട്ടത്തില് വേറൊരു പാവാട കിടന്നു, ഈ സെയിം. അപ്പൊ ഞാൻ സൈസ് മാറ്റി എടുത്തു, പക്ഷെ അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അയ്യോ, എന്നാ ഞാൻ നോക്കിട്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് ഇന്ന് ഞങ്ങളൊരു ഞങ്ങൾക്കൊരു ഓണം ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ചെയ്യണം. അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഓണമല്ലേ. 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. എന്താണ് പരിപാടി? എന്തേലും ഉണ്ടാക്കണ്ടേ ഇരുന്നിട്ട് സമയമാകുമ്പോ ഫുഡ് തന്നെ വന്നിരിക്കത്തില്ല. ഇതെങ്ങനെ വന്നിരിക്കുന്നേ? വന്നിരിക്കുന്ന ഞാൻ കാണിച്ചു. അവിടെ വന്നിരിക്കണെങ്കിൽ ബാക്കിയുള്ളവരോട് കിടന്ന് കഷ്ടപ്പെടണം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ റൈസ് എടുത്ത് വെള്ളത്തിലിടുന്നു, അന്നേരം തോന്നുന്നു എന്താണോ അന്നേരം ഉണ്ടാക്കും. ഡിപ്പെൻഡ്സ്. ഓക്കെ, വെരി ഗുഡ്. പുറത്ത് ഇച്ചിരി ജീരകം മേടിക്കാൻ പോവാണ്. അതാണ്ട് എന്നെക്കാളും മുമ്പ് ഒരാൾ റെഡിയായി നിൽക്കുന്നു. എവിടെ പോയി പറ, ഡാഡി പോയിട്ട് കേട്ടോ. നീ ഓടിക്കോ? നീ കൊണ്ടുപോകണോ? നീയാണോ കൊണ്ടുപോകുന്നത്? നീ വണ്ടി ഓടിക്കോ? നീ ഓടിച്ചോ? നീ ഡ്രൈവ് ചെയ്യോ? കുഞ്ഞുമ്മ എവിടെ പോവാ? എവിടെ പോണേ? എവിടെ എവിടെ എവിടാ പോന്നെ? വെളിയിൽ എന്തിനാ പോണേ? എവിടെ എന്തിനാ പോണേന്ന്? സാധനം മേടിക്കാൻ പോകുന്നവരാ. എങ്ങനെയാ പോണേ? എങ്ങനെയാ പോന്നേ? അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നേ. ഡാഡി പോയിട്ട് വരാം. ഇവിടെ ഡാഡി പാപ്പ പഠിച്ചോണ്ടാണ്. നീ കയറിയിരിക്കേ. അത് ഊരാൻ പറ്റത്തില്ല. അത് ഡാഡിക്ക് നിങ്ങളെ എപ്പോഴും ഓർക്കാൻ വേണ്ടി ഇതാക്കാൻ വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ മറ്റേ ജീരകപ്പൊടി മേടിച്ചിട്ട് വന്നിട്ട് അഞ്ചു എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പുലാവ്, ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുമണിയൊക്കെ ഹാപ്പി ആയി ഇതോടെ ഇരിപ്പുണ്ട്. വന്നപ്പോൾ ഞാനൊരു ബണ്ണ് മേടിച്ചിട്ട് കൊടുത്തു. അഞ്ജുവിൻ്റെ കളഞ്ഞു പോയ
കാണാതെ പോയ കുഞ്ഞാടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അഞ്ജുവിൻ്റെ കമ്മലൂരി പോയായിരുന്നു. അപ്പം അത് ഇന്ന് മമ്മി അത് വളരെ സാഹസികമായി കണ്ടുപിടിച്ചിരിക്കുകയാണ്. വേസ്റ്റിൽ നിന്ന് തൂത്ത് കളഞ്ഞതാണ്. തൂത്ത് കളഞ്ഞെന്ന് വീണ്ടും പോയി തൊട്ട് നോക്കി അത് കളഞ്ഞ് കിട്ടിയത് സാധനം തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. സാധനം കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മമ്മിയുടെ വിലയേറിയ നന്ദി അറിയിപ്പ് രേഖപ്പെടുത്തുന്നു. ആയപ്പോഴത്തേന് ഞങ്ങളിവിടെ ഓണത്തിൻ്റെ ഒരു ആട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയതാണ്. കുഞ്ഞുമണി കാണാൻ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞടി ഇല്ലേ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു പച്ച, ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടുകൊണ്ട് ഒരു പച്ച സിൽക്കിൻ്റെ ശുങ്കു ഉടുപ്പ് മാറി ഓൾറെഡി. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ശുങ്കു ഓൾറെഡി മാറി. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്രാവശ്യം അത് മാറി. ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷത്തിലേക്കാളും കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇത് നാട്ടിൽ പോയപ്പോ വാങ്ങിയ ഷർട്ടാണ്. അന്നേരം സെയിം ആയിരുന്നു. അല്ല കുടവരൊക്കെ കുറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ടൈറ്റ് ആയിട്ട് എടുക്കുന്നത്, ഇപ്രാവശ്യം അത്ര ഇല്ലായിരുന്നു. സ്പെഷ്യൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെന്തു സാധനം? ചിക്കൻ പുലാവ്, സലാഡ്. കുഞ്ഞുമണിക്ക് അച്ചാർ കൊടുക്കുക. ഡാഡിക്കുണ്ടടി, ഡാഡിക്ക് അച്ചാറില്ലേ എന്ന്. അച്ചാറുണ്ട് കുഞ്ഞുമണി. അത് വേണ്ട, കുഞ്ഞുമണി ഉടുപ്പില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് കുഞ്ഞുമണി കാണിക്കാത്ത. അത് വേണ്ട, അത് മതി, ഡാഡിക്ക് ഇത് മതി. അങ്ങനെ അഞ്ജൂസ് കറിയ വൈകുന്നേരം ചായ കുടിക്കാൻ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് ഡ്യൂട്ടിയുണ്ട്. നല്ല കടുപ്പത്തിലെ ചായ, കടുപ്പത്തിലെ ചായ. മമ്മീനെ ഇടയ്ക്ക് ഇവിടെ നിന്ന് വീഡിയോ ഇടുന്നു, വ്ളോഗ് എടുക്കുന്നതിനിടയ്ക്ക്. മമ്മി അവിടെ നിന്ന് ഫേസ്ബുക്ക് കാണുകയാണ്. നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ് ഇതൊക്കെ. കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മിസ്സിസ് കൈഫൻ. ഇന്ന് വൈകുന്നേരം എന്താണ് കൊണ്ടുപോകുന്നത്? രണ്ട് ആപ്പിൾ എടുക്കൂ, എല്ലാം കഴിക്കൂ. രണ്ട് ചപ്പാത്തി ഉണ്ട്. ശുങ്കു അവിടെ നിന്ന് സ്പൈഡർമാൻ സിനിമ കാണുന്നു. കുഞ്ഞുമണി അതുകൊണ്ട് അവിടെ നിന്ന് ടാബ് നോക്കുന്നു. കുഞ്ഞുമണി ഇന്ന് ഉറങ്ങിയിട്ടില്ല. അവക്കാടോ വെച്ചത് സൂക്ഷിച്ചു വെക്കും മോന് വേണ്ടിട്ട്. മോനുള്ള അവസാനം ചീത്തയായി പോവും. എന്നിട്ട് കേടായി അവള് വരുന്നതിന് മുമ്പേ തിന്നാന്ന് പറഞ്ഞ് പകുതി മുറിച്ച് എന്റെ വായിലോട്ട് കൊണ്ടുവെക്കുന്നു. കേടായത് മൊത്തം എന്റെ വായിലോട്ട് കൊണ്ടുവെക്കുന്നു. ഞാൻ പറയാ ഞാൻ മേടിച്ചു വെച്ചാണെന്ന് എടുത്തതന്നെ ഇല്ല. മോന് വെച്ചാൽ അമ്മയ്ക്ക് ഇറങ്ങത്തില്ല. എന്നിട്ട് അവസാനം ചീച്ച കളയും. മോൻ തിന്നില്ല, അമ്മ തിന്നില്ല, ആരും തിന്നില്ല. ഞാൻ വിചാരിച്ചില്ല ബ്രെഡിനകത്ത് നീ ഇതാക്കി തരുമെന്ന് വിചാരിച്ച. കഴിഞ്ഞ ദിവസം ഇനി അവൻ വരുമ്പോ അത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വെച്ചേരുന്നയാടേ. ഒരെണ്ണം കേടായി, ഒരെണ്ണം ഇരിക്കുന്നു. ആപ്പിള് ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകുന്നു. അപ്പൊ ഞങ്ങളൊരു ഇത് കെട്ടാന്ന് വിചാരിച്ചൊരു സപ്പോർട്ട്. ഇതെങ്ങനെയാണ് ഇനി തുറന്നത്? ഇങ്ങനെ കറക്കി കറക്കി തുറന്നോ? മതി, താഴോട്ട് പോ. അടച്ച്. ഗുഡ് ഗേൾ. എന്ത് ഷോക്കായിട്ടിരിക്കുന്നേ? വണ്ണം കൂടിയുണ്ട്. 2 കിലോ കൂടിയുണ്ട്. എല്ലാവർക്കും കൂടി 2 കിലോ. മമ്മിക്ക് തണുപ്പാന്ന്. സത്യമായിട്ട് തണുപ്പിനുള്ള ചെരുപ്പൊക്കെ എടുത്തിട്ട് 2 കിലോ കൂടിയാന്ന് എനിക്കൊന്നും മനസ്സിലാവാത്ത. കൂടിയിട്ടൊന്നുമില്ല, എല്ലാം ഓക്കെ. 2 ആഴ്ച നമ്മള് 2 ദിവസം നമ്മള് നിർവ്വാണ ഉണ്ടാക്കില്ല. അതിന്റെ ഉള്ള തേങ്ങാപ്പാലും എല്ലാം കൂടെ അടിച്ചാൽ കയറ്റിയില്ലേ. പക്ഷെ ഞാൻ ആ ഒരു ലിമിറ്റ് വിട്ട് കഴിക്കുന്നില്ലല്ലോ. ഭക്ഷണം അമ്മ ഒരുപാട് ഭക്ഷണം കഴിക്കൊന്നുമില്ല. ഞാൻ പക്ഷെ
എന്താണെന്നറിയില്ല എനിക്ക് അതുകൊണ്ട് ഒരു അതൊന്നും ഒരു അസ്വസ്ഥതയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് കുറഞ്ഞു വന്നതാണ്. എല്ലാം ഓക്കെ. കുഞ്ഞുമണി താണ്ട അവിടെ നിന്നുള്ള ടിഷ്യൂ പേപ്പറെല്ലാം എടുത്ത് മാറ്റി അതിനകത്ത് എടുത്തിട്ട് ഉറക്കം വരുന്നില്ല. ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാ ഹാപ്പി ബർത്ത്ഡേയാ? Mine. ഓ ഭയങ്കര ഇംഗ്ലീഷ് ആട്ടോ ഇപ്പൊ കുഞ്ഞോണി. Ammachi, Daddy, Ammi, happy birthday. ഡാഡി അമ്മച്ചി ആരുടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണ്. Allah. ടിഷ്യൂ എല്ലാം ഇതാക്കുവാ. വേസ്റ്റ് എവിടെ ഇരിക്കുന്നേ? ബിന്നിനകത്തെടുത്തിട്ട് ബിന്നിലെടുത്ത് ബിന്നിനകത്തെടുത്തിട്ട് അത് ഡിസ് ചെല്ലേ. ഗുഡ് ഗേൾ അല്ലേ ഡാഡിയുടെ? ഇന്നലെ വീണ് എന്നിട്ട് ഇങ്ങനെ കാണിക്കേ. പുറത്തൊക്കെ വരഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും ഒരു 2 പ്രാവശ്യം പുറത്തെറിഞ്ഞ ഞാൻ കണ്ടില്ല. ഞാൻ പുറവും തൊടയും തലയും എല്ലാം വരഞ്ഞിരിക്കും. അവിടുന്ന് ആ സ്റ്റെപ്പിൽ നിന്നൊരു വീഴ്ച. അതേപോലെ വീഴ്ചയായിരിക്കും. എങ്ങനെ വീണത് പോലും അറിയത്തില്ല. സ്കറിയയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നമ്മള് ജോലിക്ക് പോകാൻ അപ്പം മറ്റൊരു ദിവസത്തിലെ കാഴ്ചകളുമായിട്ട് കാണാം, വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. നിങ്ങളെ സുഖമായി കിടന്നുറങ്ങി. എവിടെ കുഞ്ഞുമണി രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണിയല്ലേ? വിളിക്കാതെ ചെന്നാനായിരിക്കും. ഇന്നലെ ഒന്നും അവള് ബഹളം വെച്ചൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ പ്രശ്നം. ഇപ്പൊ ബെറ്റർ ആവുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന ദിവസം ബഹളമായിരിക്കും. എന്തിനാ പറയാൻ പോകും? സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ഏരിയയിലെ വീടുകൾ കാണിച്ചില്ലല്ലോ. വീടുകളിൽ പണി ഇത്രയൊക്കെ ആയി കേട്ടോ. അത്യാവശ്യം ഈ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് സെറ്റാവും. അടിപൊളിയായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് താഴെ റോഡിൽ. ആ ഒരു സമയം ആകുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആവും. 5 സ്കറിയ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്.